Today we are going to start our next module, which is time series analysis. First of all, let us see the definition and meaning of time series analysis. A statistical series based on time is known as time series. നമ്മൾ ടൈം സീരീസ് എന്ന് പറയുന്നത് സമയവുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന എന്തെങ്കിലും ഒരു ഡേറ്റ അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ സീരീസിനെ വിളിക്കുന്ന പേരാണ് ടൈം സീരീസ്. ഈ പറയുന്ന ടൈം സീരീസിൻ്റെ അനാലിസിസിനെ വിളിക്കുന്ന പേരാണ് ടൈം സീരീസ് അനാലിസിസ്. ടൈം സീരീസിന് വേറൊരു ഡെഫിനിഷൻ പറയാനാണെങ്കിൽ ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് ഒബ്സർവേഷൻസ് ഓഫ് എ വേരിയബിൾ റെക്കോർഡഡ് അറ്റ് സക്സസീവ് ഇൻ്റർവെൽസ് ഓർ പോയിൻറ്റ്സ് ഓഫ് ടൈം. ഒരു പ്രത്യേക സമയത്തിൻ്റെ ഗ്യാപ്പിൽ അല്ലെങ്കിൽ ഇടവേളകളിൽ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന അല്ലെങ്കിൽ നോട്ട് ഡൗൺ ചെയ്യുന്ന സ്പെസിഫിക് വാല്യൂസിനെയാണ് ടൈം സീരീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ടൈം സീരീസിന് രണ്ട് വേരിയബിൾസ് ഉണ്ട്. വൺ ഇസ് ദ ടൈം ആൻഡ് ദ അതർ വൺ ഇസ് വാല്യൂ ഓർ ക്വാണ്ടിറ്റി. ഒന്നെങ്കിൽ ടൈം എന്ന് പറയുന്നൊരു വേരിയബിൾ അല്ലെങ്കിൽ വാല്യൂ അഥവാ ക്വാണ്ടിറ്റി എന്ന് പറയുന്ന വേറൊരു വേരിയബിൾ. ഈ രണ്ട് വേരിയബിൾസാണ് ടൈം സീരീസിനുള്ളത്. ഈ ടൈം എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളാണ്. അതേസമയം ക്വാണ്ടിറ്റി അല്ലെങ്കിൽ വാല്യൂ എന്ന് പറയുന്നത് ഡിപ്പെൻഡൻറ്റ് വേരിയബിളാണ്. ടൈം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇയർ അല്ലെങ്കിൽ ഹാഫ് ഇയർ, ക്വാർട്ടർ, മന്ത് ഓർ മന്ത്ലി, വീക്ക്ലി, ഡെയിലി, ഹവർലി, ഇങ്ങനെ ഏത് വേണമെങ്കിൽ ടൈം ഗ്യാപ്പായിട്ട് വരാം. ഓരോ മണിക്കൂർ ഇടവിട്ടോ, ഓരോ ദിവസം ഇടവിട്ടോ, ഒരാഴ്ച ഇടവിട്ടോ, അതെല്ലാം ഒരു വർഷം ഇടവിട്ടോ, അങ്ങനെ ഏത് രീതിയിൽ ഡേറ്റ് എടുത്താലും ഇഫ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ടൈം ദെൻ ഇറ്റ് ഈസ് എ ടൈം സീരീസ്. ഓക്കെ, അതുപോലെ വാല്യൂ അഥവാ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഡിപ്പെൻഡൻ്റ് ആണെന്ന് പറഞ്ഞു. അതിൽ ഉൾക്കൊള്ളുന്നത് ഇതൊക്കെയാണ്: പ്രൊഡക്ഷൻ, സെയിൽസ്, പ്രോഫിറ്റ്, എക്സ്പോർട്ട്, ഇമ്പോർട്ട്, yield ഓഫ് ക്രോപ്സ്, റെയിൻഫോൾ, ടെമ്പറേച്ചർ, പോപ്പുലേഷൻ, ഇൻകം എക്സെട്ര. ഇതെല്ലാം ക്വാണ്ടിറ്റി അല്ലെങ്കിൽ വാല്യൂവിൽ വരുന്ന കാര്യങ്ങളാണ്. നൗ മൂവിങ് ടു ദി കമ്പോണൻസ് ഓഫ് ടൈം സീരീസ്. ടൈം സീരീസിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് അഥവാ കമ്പോണൻസ്. ഓക്കെ, മെയിനായിട്ട് 4 കമ്പോണൻസ് ആണുള്ളത്. ദാറ്റ് ഈസ് സെക്യുലർ ട്രെൻഡ് ഓർ ലോങ് ടേം ട്രെൻഡ്, റെഗുലർ seasonal movement, cyclical change, as well as irregular variations. ഓക്കെ, നമ്മൾ പൊതുവെ ഒരു ടൈം സീരീസിൽ അസ്യൂം ചെയ്യുന്നത് ഇങ്ങനെയാണ്: 2 ടൈപ്പ് റിലേഷൻഷിപ്പ് ഉണ്ടെന്ന്, കമ്പോണൻസ് തമ്മിൽ 2 ടൈപ്പ് റിലേഷൻ ഉണ്ടെന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അതിൽ ആദ്യത്തേത് മൾട്ടിപ്ലിക്കേറ്റീവ് മോഡൽ റിലേഷനും രണ്ടാമത്തെ അഡിറ്റീവ് മോഡൽ റിലേഷനും. മൾട്ടിപ്ലിക്കേറ്റീവ് മോഡൽ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ: 4 ട്രെൻഡിൻ്റെയും വേരിയബിൾസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ വൈറ്റ് കിട്ടും. അതുപോലെ തന്നെ അഡിറ്റീവ് മോഡൽ പറയുന്നത് ഈ 4 തമ്മിൽ കൂട്ടിയാൽ വൈറ്റ് കിട്ടും എന്നാണ്, കോഎഫിഷ്യൻ്റ് കിട്ടും എന്നാണ് അഡിറ്റീവ് മോഡലിൽ പറയുന്നത്. അതാണ് ആ T+S+C+I എന്ന് കൊടുത്തിരിക്കുന്നതല്ലേ. ഓക്കെ, എസ് എന്ന് വെച്ചാൽ സീസണൽ വേരിയേഷൻ, T secular trend, C cyclical variation. ഓക്കെ, അപ്പോൾ 2 മോഡൽസ് നോക്കി. നൗ ഫസ്റ്റ് വൺ ഇസ് സെക്യുലർ ട്രെൻഡ്. സെക്യുലർ ട്രെൻഡിനെ സിംപ്ലി ട്രെൻഡ് എന്നും ലോങ് ടേം ട്രെൻഡ് എന്നും ഒക്കെ നമ്മൾ പറയാറുണ്ട്. ദ സ്മൂത്ത്, റെഗുലർ ആൻഡ് ഗ്രാജുവേറ്റഡ് മൂവ്മെൻറ്റ് ഓഫ് എ ടൈം സീരീസ് വിച്ച് ഷോസ് ദ ഗ്രോത്ത് ഓർ ഡിക്ലൈൻ ഓവർ എ ലോങ് ടൈം പീരീഡ്, പ്രിഫറബിളി ഇൻ ഇയേഴ്സ്, ഇസ് കോൾഡ് ദി സെക്യുലർ ട്രെൻഡ്. ഏകദേശം ഒരു വർഷമൊക്കെ ആകാൻ നേരത്താണ് നമുക്ക് അവിടുത്തെ ആ ഒരു മാറ്റം അറിയുന്നതെങ്കിൽ, അതുവരെ നല്ല രീതിയിൽ പോയി പിന്നെ ഒത്തിരി ഡൗൺ ആയി, ആ രീതിയിലാണെങ്കിൽ ഇറ്റ് ഈസ് സെക്യുലർ ട്രെൻഡ്. ഇതിൽ അപ്വേർഡ് മൂവ്മെൻറ്റും ഉണ്ടാവാം, ഡൗൺവേർഡ് മൂവ്മെൻറ്റും ഉണ്ടാവാം. അപ്വേർഡ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് പോപ്പുലേഷൻ ഗ്രോത്ത്, ടെക്നോളജിക്കൽ ഇമ്പ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ ബെറ്റർ മാനേജ്മെൻറ്റ് സ്കില്ലൊക്കെ കാരണം ഉണ്ടായതാണ്. അതേസമയം ഡൗൺവേർഡ് മൂവ്മെൻറ്റ് ഉണ്ടാകുന്നത് എന്തെങ്കിലും പോരായ്മ കൊണ്ടായിരിക്കും, ലൈക്ക് ലാക്ക് ഓഫ് ഡിമാൻഡ് ഫോർ ദ പ്രൊഡക്റ്റ്, ഷോർട്ടേജ് ഓഫ് റോ മെറ്റീരിയൽസ് ഫോർ പ്രൊഡക്ഷൻ, അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്. ഇങ്ങനെ പറഞ്ഞ കുറേ അധികം പ്രശ്നങ്ങൾ സെക്യുലർ ട്രെൻഡിലുണ്ട്. സെക്കൻഡ് വൺ ഇസ് സീസണൽ വേരിയേഷൻ. സീസണൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഊഹിക്കാം ക്ലൈമാറ്റിക് ചേഞ്ചിനനുസരിച്ച് ടൈം സീരീസിൽ വരുന്ന ഒരു കാറ്റഗറിയാണ് സീസണൽ വേരിയേഷൻ.
The movement of the time series data is of short-term duration, generally confined to 1 year only. സാധാരണ ഷോർട്ട് ടേം ഡ്യൂറേഷൻ ഉള്ളവർക്ക് ഒരു വർഷം കാലാവധി കാണത്തുള്ളൂ. അപ്പം 1 year അല്ലെങ്കിൽ 2 years ആ രീതിയിൽ. There are many seasons within a year. ഓക്കെ, നമ്മൾ സാധാരണ ഒരു ഇയറിൽ 2 ഇയറിൽ എന്നല്ല, ഓരോ കൊല്ലത്തെ ഒരു വർഷത്തെ പല പല സീസണിൽ, പിന്നെ അടുത്ത കൊല്ലത്തെ പല പല സീസണിൽ, അങ്ങനെ സീസണിലാണ് എടുക്കുന്നത്. ഒരു വർഷത്തെ എല്ലാ ഡീറ്റെയിൽസും എടുത്തിട്ടാണ് സീസണൽ വേരിയേഷൻ നോക്കുന്നത്. ദെൻ കം സൈക്ലിക്കൽ വേരിയേഷൻ. സൈക്ലിക്കൽ എന്ന് പറയുമ്പോൾ മോർ ദാൻ 1 year ആയിരിക്കും അവിടുത്തെ പീരിയോഡിക് മൂവ്മെൻറ്റ്. അതിനുള്ളിൽ കറങ്ങി റൊട്ടേറ്റ് നമ്മുടെ അടുത്ത് വരത്തില്ല. സൈക്ലിക്കൽ വേരിയേഷനെ ഓസിലേറ്ററി മൂവ്മെൻ്റ് ആണെന്ന് നമുക്ക് പറയാം. കാരണം ക്ലോക്കിൻ്റെ പെൻഡിലും പോലെ ഇത് കിടന്ന് ആടിക്കൊണ്ടിരിക്കും. നെവർ എൻഡിങ് പ്രോസസ്സ് ആയിട്ട് വേണമെങ്കിൽ സൈക്ലിക്കൽ വേരിയേഷനെ നമുക്ക് കൂട്ടാം. ഒരു ബിസിനസ് സൈക്കിളിൻ്റെ ബേസിക് ഫേസസ് അറിയാലോ. പ്രോസ്പെരിറ്റി, ഡിക്ലൈൻ, ഡിപ്രഷൻ ആസ് വെൽ ആസ് റിക്കവറി. Then comes irregular or random variation. ഇത് ചാൻസ് ഫാക്ടേഴ്സ് കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാവുന്നത്. പല ഫാക്ടേഴ്സും അൺഫോർസീൻ ആയിരിക്കും, കുഞ്ഞിനിപ്പോൾ ഉണ്ടാവില്ല. ദീസ് ഫാക്ടേഴ്സ് ആർ അൺഫോർസീൻ വിച്ച് cannot be predicted in advance. നമുക്ക് അഡ്വാൻസ് ആയിട്ടുണ്ടല്ലോ ഈ ഇറഗുലർ അല്ലെങ്കിൽ റാൻഡം വേരിയേഷനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാര്യം നാളെ എന്ത് സംഭവിക്കില്ല, ഇച്ചിരി കഴിഞ്ഞ് എന്ത് സംഭവിക്കുമെന്ന് കൃത്യമായിട്ട് നമുക്കാർക്കും അറിയില്ലല്ലോ. അതിൻ്റേതായ ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവും പ്രഡിക്ഷന്. അതുപോലെ ഏത് നേരത്ത് വേണമെങ്കിലും, ഏത് സമയത്ത് അല്ലെങ്കിൽ ഏത് മൊമെൻറ്റിൽ വേണമെങ്കിലും ഈ റാൻഡം വേരിയേഷൻ അല്ലെങ്കിൽ ഇറഗുലർ വേരിയേഷൻ ഉണ്ടാവാം. നമുക്കത് എക്സ്പെക്റ്റ് ചെയ്യാവുന്നത് ബുദ്ധിമുട്ടായിരിക്കും. ലൈക്ക് എക്സാമ്പിൾസ് ഫുഡ്, എർത്ത്, സ്റ്റോം, വാർ, സ്ട്രൈക്ക്, ലോക്കൗട്ട് എക്സെട്ര. ഇതൊക്കെ എപ്പോൾ വരും, എപ്പോൾ വരില്ല, എപ്പോൾ മാറും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. മിന്നൽ പണിമുടക്ക്, മിന്നൽ ഹർത്താൽ എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഈ സമയത്ത് അത്രയും ഇല്ല, ബട്ട് പണ്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നാൽ അതൊക്കെ പെട്ടെന്നായിരിക്കും, ഷോർട്ട് നോട്ടീസിലായിരിക്കും ഇതൊക്കെ സംഭവിക്കുക. ഇതൊക്കെയാണ് ഇറഗുലർ അല്ലെങ്കിൽ റാൻഡം വേരിയേഷൻ. നൗ കമ്മിങ് ടു യൂട്ടിലിറ്റി ഓഫ് ടൈം സീരീസ് അനാലിസിസ്. 4 യൂട്ടിലിറ്റീസ് ആണുള്ളത്. ഒന്നാമത്തേത് ഒരു വേരിയബിളിൻ്റെ ബിഹേവിയർ അനലൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. അതും പാസ്റ്റ് ബിഹേവിയർ, കഴിഞ്ഞു പോയ ബിഹേവിയർ. സെക്കൻഡ് വൺ, ഫ്യൂച്ചർ പ്ലാൻസ് ഓഫ് ആക്ഷൻ മേക്ക് ചെയ്യാനും ഫോർകാസ്റ്റ് ചെയ്യാനും ഒക്കെ സഹായിച്ചു. ദെൻ ഇറ്റ് ഹെൽപ്സ് ഇൻ ദ ഇവാലുവേഷൻ ഓഫ് കറണ്ട് അച്ചീവ്മെൻറ്റ്സ്. നിലവിൽ എന്തുമാത്രം അച്ചീവ്മെൻ്റ് ഉണ്ട് അത് നോക്കി വിലയിരുത്താൻ സഹായിക്കുന്നു. ആൻഡ് ഫൈനലി ഇറ്റ് ഹെൽപ്സ് ഇൻ മേക്കിംഗ് കമ്പാരിറ്റീവ് സ്റ്റഡി. 2 ഡേറ്റാസ് നമ്മൾ കമ്പാരിറ്റീവ് സ്റ്റഡിയൊക്കെ നടത്തണമെങ്കിൽ ലാപ്പ് ഉള്ളതായിരിക്കും ബെറ്റർ. Okay, it helps in making comparative study. അതാണ് യൂട്ടിലിറ്റി ഓഫ് ടൈം സീരീസ് അനാലിസിസിൻ്റെ അടുത്ത ഒരു ഗുണം എന്ന് പറയുന്നത്. നമ്മൾ 2 കാര്യങ്ങൾ തമ്മിൽ കമ്പാരിറ്റീവ് സ്റ്റഡീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈം സീരീസ് അനാലിസിസ് യൂസ് ചെയ്യും. നമ്മൾ സാധാരണ സിസ്റ്റത്തിൽ കമ്പ്യൂട്ടറിലൊക്കെ ഇട്ട് എന്തെങ്കിലുമൊക്കെ 2 കാര്യങ്ങൾ കമ്പാരിറ്റീവ് സ്റ്റഡി, അല്ലെങ്കിൽ ഫോണിൽ തന്നെ നമ്മൾ പല കാര്യങ്ങൾ എടുത്തിട്ട് കമ്പാരിറ്റീവ് സ്റ്റഡി എടുക്കില്ലേ? ഇപ്പോൾ ആമസോണിൽ നിന്നൊക്കെ ഒരു പ്രോഡക്റ്റ് വാങ്ങുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതേ ഫീച്ചേഴ്സുള്ള 2 ഫോൺ അല്ലെങ്കിൽ 2 കാര്യങ്ങൾ എടുത്തിട്ട് അതിനെ കമ്പാരിറ്റീവ് സ്റ്റഡി ചെയ്യും. അതുപോലെ തന്നെ ഇവിടെ ടൈം സീരീസ് അനാലിസിസിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കമ്പാരിറ്റീവ് സ്റ്റഡി നടത്തി ഏതാണോ നല്ലത് ആ സീരീസ് യൂസ് ചെയ്യാനൊക്കെ സാധിക്കും. അങ്ങനെ സ്റ്റാറ്റിസ്റ്റിക്കിൽ ഇത് വളരെയധികം ഹെൽപ്ഫുള്ളാണ് ടൈം സീരീസ് അനാലിസിസ് എന്ന് പറയുന്നത്. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് ക്ലാസ്. താങ്ക് യു.